ക്ലിക്ക് ചെയ്യുന്നു. ഇതുപോലെ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കുന്ന ഒരവസ്ഥയുള്ള ഒരു എക്സൽ ഫയൽ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതായത് ഞാനിവിടെ പാസ്വേഡ് തെറ്റിച്ച് കൊടുത്തു, യൂസർ നെയിമും പാസ്വേഡൊക്കെ തെറ്റി കൊടുത്തു, ലോഗിൻ കൊടുത്തു. അപ്പോൾ പ്ലീസ് എൻ്റർ യുവർ കറക്റ്റ് ഐ ഡി പാസ്വേഡ് ചോദിക്കണം. ഈ കറക്റ്റ് ഐ ഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഫയൽ തുറന്നു വരുന്നതാണ്. ഇങ്ങനൊരു ഫയൽ എങ്ങനെ എക്സൽ ഫയൽ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഡെവലപ്പർ ടാബ് ആഡ് ചെയ്യാൻ വേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഡെവലപ്പർ ടാബ് ആഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി നിങ്ങൾ ഇതിൽ ചെയ്യേണ്ടത് വിഷ്വൽ ബേസിക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ദിസ് വർക്ക് ബുക്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ഒരു സിമ്പിളായിട്ട് ഒരു യൂസർ ഫോം ക്രിയേറ്റ് ചെയ്യണം. ഇൻസർട്ടിൽ പോകുന്നു, യൂസർ ഫോമിൽ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഇവിടെ ഒരു യൂസർ ഫോം ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം വേണ്ട നമുക്ക് ഒരു ലേബിൾ, രണ്ട് ലേബിളാണ്. ഒന്ന് യൂസർ ഐ ഡി എന്ന് ടൈപ്പ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലേബിൾ, അടുത്ത് പാസ്വേഡ് എന്ന് ടൈപ്പ് ചെയ്യാനുള്ള എന്നെഴുതി കാണിക്കാനുള്ള ലേബിൾ, പിന്നെ വേണ്ടത് രണ്ട് ടെക്സ്റ്റ് ബോക്സ്. ഇനി ഒരു കമാൻഡ് ബട്ടൺ സെലക്ട് ചെയ്യുന്നു. ജസ്റ്റ് ആഡ് ചെയ്യുന്നു. കമാൻഡ് ബട്ടൻ്റെ ക്യാപ്ഷൻ നമ്മൾ ചേഞ്ച് ചെയ്യണം. ലോഗിൻ കൊടുത്ത് ഇതിൻ്റെ ക്യാപ്ഷൻ ചേഞ്ച് ചെയ്യണമെന്നെങ്കിൽ നമുക്കിവിടെ ക്യാപ്ഷൻ എന്നുള്ളടത്ത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് യൂസർ ഐ ഡി, അതുപോലെ ലേബൽ ടു പാസ്വേഡ്, ഇത്രയായി കഴിഞ്ഞു. ഒരു ഏകദേശം ഡിസൈനായി. അതുപോലെ ഇതിൻ്റെ ഡിസൈനിൽ ഇതിൻ്റെ ഫോണ്ട് ഇതിലൊക്കെ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് മാറ്റാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോൾഡ് കൊടുക്കണമെങ്കിൽ ബോൾഡ് കൊടുക്കാം. അതിൻ്റെ ഡിസൈനിൽ സൈസിലൊക്കെ വ്യത്യാസം വരുത്തണമെങ്കിൽ സാധനം വരുത്താം. ഓക്കെ കൊടുത്തു. ഇത് അതേപോലെ തന്നെ ഈ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോൺ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതുപോലെ ഈ ഒരു ഇതിൻ്റെ ഇത് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യാം. ഇതിനെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം.
അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഫോണ്ട് കളറും വേണമെങ്കിൽ അതിൻ്റെ ഫോണ്ട് സൈസ് നമുക്ക് എന്ത് ചെയ്യാം, ബോൾഡാക്കണമെങ്കിൽ ബോൾഡാക്കാം. അതുപോലെ ടെക്സ്റ്റ് കളറിൻ്റെ ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഫോണ്ട് സൈസിൽ ചെറിയ വ്യത്യാസം വരുത്താണ്. 10 കൊടുക്കുന്നു, ബോൾഡ് കൊടുക്കുന്നു. ഇതിലും എന്നുവെച്ചാൽ അത് കറക്റ്റായിട്ട് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് കാണാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടാണ്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പാസ്വേഡിന് സ്ഥാനത്ത് നമ്മൾ സാധാരണ ഇതിൽ സ്റ്റാർ എന്ന് കാണില്ല. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ താഴോട്ട് നീക്കിയാൽ പാസ്വേഡ് ക്യാരക്ടർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നമ്മൾ ജസ്റ്റ് സ്റ്റാർ എന്ന് കൊടുത്ത് സെറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ യൂസർ ഫോമിൻ്റെ ഹെഡിങ് ഒഴിവാക്കുന്നത് നന്നാവും. ഇവിടെ ഇതിൻ്റെ ക്യാപ്ഷൻ ഞാൻ ഇവിടെ എന്ത് ചെയ്യണം, ബാക്ക് കൊടുത്ത് ഡിലീറ്റ് ചെയ്യാണ്. ഇതിൻ്റെ സൈസ്, ഫോമിൻ്റെ സൈസ് ഒന്ന് കുറക്കുകയാണ്. ഇനി അടുത്തതായിട്ട് കോഡിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വർക്ക് ബുക്കിലാണ് കോഡിംഗ് ചെയ്യുന്നത്. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഇവിടെ വർക്ക് ബുക്ക് സെലക്ട് ചെയ്യുക. ഇവിടെ ആക്ടിവേറ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ കോഡുകൾ ടൈപ്പ് ചെയ്യുക. ആപ്ലിക്കേഷൻ dot visible ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഈ ഒരു ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ആപ്ലിക്കേഷൻ തുറന്നു വരരുത് എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ സമയത്തിന് ശേഷം ഫാൾസ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ ഫയൽ തുറക്കുന്നതോടെ നമുക്ക് എന്ത് ചെയ്യണം, യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്യാനുള്ള ആ ഒരു ബോക്സ് വരണം. അല്ലാതെ ഫയൽ ഡയറക്റ്റ് എന്ത് ചെയ്യരുത്, തുറക്കരുത്. ഇതിന് പകരം എന്ത് ചെയ്യണം, നമ്മൾ യൂസർ ഫോം ഷോ ചെയ്യണം. അതിനുവേണ്ടി യൂസർ ഫോം 1 ആയിരുന്നു നമ്മുടെ യൂസർ ഫോം. ഷോ. അപ്പോൾ ആപ്ലിക്കേഷൻ വിസിബിൾ എന്ത് ചെയ്യണം, നമ്മൾ ഫാൾസാക്കി അത് തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അതിന് പകരം യൂസർ ഫോം ഷോ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിലെ കോഡിംഗ് ആയി. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് യൂസർ ഫോമിൽ ലോഗിൻ എന്ന ബട്ടൻ്റെ ഉള്ളിൽ ചെയ്യേണ്ട കോഡിംഗ് ആണ്. അതിനുശേഷം ചെയ്യുക ഇഫ് ടെക്സ്റ്റ് one dot text is equal to admin. അപ്പോൾ ടെക്സ്റ്റ് ബോക്സ് 1ൽ അഡ്മിൻ എന്ന യൂസർ നെയിമും ആൻഡ് ടെക്സ്റ്റ് ബോക്സ് 2ൽ പാസ്വേഡ്. ടെക്സ്റ്റ് ബോക്സ് 2ൽ നമ്മൾ വരുന്നത് പാസ്വേഡാണ്.
ഞാനിവിടെ 1 2 3 4 5 6 എന്ന് കൊടുക്കുന്നു. ദെൻ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? MSG ബോക്സ് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അൺലോക്ക് റൂം ക്ലോസ്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്യണം? ഒരു മെസ്സേജ് ബോക്സ് ഓപ്പൺ ചെയ്യണം. അൺലോക്ക് ഫയൽ സക്സസ്ഫുള്ളി എന്നുള്ളത്. അതിനുശേഷം ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ അതിനുശേഷം വിസിബിൾ ആണ്. ഡോട്ട് വിസിബിൾ equal to true. ഇനി അൺലോഡ് മീ. ഇതൊന്നല്ലാണ്ടാണ് പാസ്വേഡൊക്കെ തെറ്റാണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയുള്ള കമൻറ്റും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു മെസ്സേജ് ബോക്സ് വരണം. MSG ബോക്സ് അത് കൈകാര്യം ചെയ്യാൻ. ഓക്കെ. അപ്പോൾ ഇത് തെറ്റാണെങ്കിൽ അപ്പോൾ ചെയ്യുന്നത് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ ഒരു മെസ്സേജ് ബോക്സ് അവിടെ ഡിസ്പ്ലേ ചെയ്യണം. ഇനി ഇതിൽ ഇത് കറക്റ്റ് ഇത് കൊടുത്തില്ലെങ്കിലും നമ്മൾ ഇതെന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബോക്സ് ഇതും കാര്യങ്ങളും രണ്ടാമത് വീണ്ടും റീലോഡായിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബോക്സ് 1 ഈക്വൽ ടു ഡബിൾ കോട്ടൺ രണ്ട് വശം ബ്ലാങ്ക് ആയിട്ട് കൊടുക്കുക. അതിനുശേഷം ടെക്സ്റ്റ് ബോക്സ് 2 ഈക്വൽ ടു ശേഷം ഡബിൾ കോട്ടൺ കൊടുക്കുക. എന്നിട്ട് ഫിക്സ് ചെയ്യുക. ഇനി പ്രോഗ്രാം ക്ലോസ് ചെയ്യണം. ആൻഡ് ഇഫ് ഇപ്പോൾ ഈ ടെക്സ്റ്റ് ബോക്സ് എന്തിനാണെന്ന് മനസ്സിലായല്ലോ.
നമ്മൾ ഇത് റോങ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാലും കാര്യങ്ങൾ എന്ത് ചെയ്യണം, ബ്ലാങ്കായിട്ട് രണ്ടാമത് വീണ്ടും ലോഡാണ്. ഇതിനെ സേവ് ചെയ്യാണ്. സേവ്. യെസ്. സേവ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരാം. നിങ്ങളിത് സേവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, മാക്രോ എനേബിൾഡ് ഫയലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. സേവ് കൊടുക്കുമ്പോൾ മാക്രോ എനേബിൾഡ് വർക്ക് ഇതായിട്ട് സേവ് ചെയ്യണം. എക്സൽ വർക്ക്സ് എന്നുള്ള പേരിൽ ഞാൻ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാണ്. മാക്രോ എനേബിൾഡ് വർക്ക് ബുക്കായിട്ട് നമ്മൾ തുറന്നു വച്ചിരിക്കുന്ന ഈ ഫയലിനെ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ആ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, തുറക്കുന്നു. ഇത് ഫസ്റ്റത്തെ പ്രാവശ്യം നമ്മൾ തുറക്കുമ്പോൾ എന്ത് ചെയ്യും, എനേബിൾ കണ്ടൻറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ വരും. ഡയറക്റ്റ് തുറന്നിട്ട് അത് എനേബിൾ കൊടുക്കുന്നതോടുകൂടി അത് ക്ലോസ് ആവുകയും പിന്നെ രണ്ടാമത് പിന്നെ ചോദിക്കാതിരിക്കുകയും ചെയ്യും. ഞാൻ അഡ്മിൻ കൊടുത്ത് ഞാനിവിടെ പാസ്വേഡ് റോങ് ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു വാർണിംഗ് തന്നിട്ടുണ്ട്, പ്ലീസ് എൻ്റർ കറക്റ്റ് ID ഓർ പാസ്വേഡ്. അതിനുശേഷം അത് ടെക്സ്റ്റ് ബോക്സ് ബ്ലാങ്ക് ആയിട്ടുണ്ട്. പാസ്വേഡ് കൊടുത്തു. 126 ആണ് കൊടുത്ത്. അതിൻ്റെ മെസ്സേജ് ബോക്സ് വന്നിട്ടുണ്ട്. അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയൽ തുറന്നു വരുന്നതാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓരോ പ്രാവശ്യം തുറക്കുമ്പോഴും എന്ത് ചെയ്യും, നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ബോക്സ് വരുന്നതാണ്. നമുക്കങ്ങനെ എന്ത് ചെയ്യാം, നമ്മുടെ ഫയലുകൾ വളരെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്.